അത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണോ രസം വേണോ എന്നുള്ളൊരു ഒരു ചോദ്യം ചോദ്യം വന്നു. അപ്പോൾ അത് അങ്ങനെ രസം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സമയം കൃഷ്ണാന്ത് എന്ന് പറയുന്ന ഒരു 15 ഫിലമെൻ്റ് ഉള്ള ഒരു ബൾബാണ്. ഞാൻ കൃഷ്ണാന്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴും ഇങ്ങനെ മിന്നിക്കൊണ്ട് ഇതിലേതാണ് കത്തെന്ന് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ ടക്ക് 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 ആ നെപ്പോക്കെ ഇട്ട് വന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു എടാ എൻ്റെ അച്ഛൻ കറക്റ്റ് സമയത്ത് ഫോട്ടോയും കൊണ്ട് നടന്ന് സിനിമയിൽ റോൾ വെച്ചു, നിന്റെ അച്ഛൻ എന്ത് ചെയ്തത്? അപ്പോൾ അവനെ നമ്മൾ സീരിയലിലാണെങ്കിൽ സിനിമയിൽ നമ്മളിങ്ങനെ നോക്കുമല്ലോ, സീരിയൽ അങ്ങനെ നോക്കുമല്ലോ. സീരിയൽ ഈ ഡ്യൂറേഷൻ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവരാണ് നമ്മളെ സീരിയൽ കില്ലർ. വിജയരാഘവൻ സാർ, ഇന്ദ്രൻ സാർ, ജഗദീഷ് സാർ. ഞാൻ കൺവിൻസ് പാടുള്ളവരോട് അധികം ഞാൻ ഇൻട്രാക്ട് ചെയ്യൂല. ഞാൻ എൻ്റെ ചീഫ് അസോസിയേറ്റ് ഉണ്ട്, അവൻ ഗുണ്ടയാണ്. നിക്കി പോയിട്ട് അവരടുത്ത് സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഇവൻ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തോന്നു ഇവൻ കാണിക്കുന്നത്, ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇറങ്ങി വന്നിട്ട് കിടില ആക്ടിങ് ബ്രോ. അപ്പോൾ ഞങ്ങൾ വണ്ടി വരുമ്പോൾ സച്ചിൻ മറ്റേ ഒരു ആരെയോ വിളിക്കുകയാണ്, ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഒളിച്ചെന്ന്. ഞാനിതാ നിരഞ്ജൻ്റെ ഹൈ ക്രോസിൽ ധന്യാവർമ്മയുടെ ഇൻ്റർവ്യൂവിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വൈകിട്ട് സംസാരിക്കാം. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്ന് ഇൻ ഫോക്കസിൽ ടീം സംഭവ വിവരണം 4 സംഘം, ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ്. ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്ന് ഫുൾ ഹൗസ് ആണ്. വെൽക്കം ഡയറക്ടർ കൃഷാന്ത് ജി. ആൻഡ് നമുക്ക് ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ശംഭു, നിരഞ്ജ്, സഞ്ജു, സച്ചിൻ ആൻഡ് ശ്രീനാഥ്. വെൽക്കം ടു അവർ ഷോ. ഗുഡ് ടു സീ യു ഓൾ. ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് കൃഷാന്ത്, ആൻഡ് ഐ മസ്റ്റ് ടെൽ യു അബ്സല്യൂട്ട്ലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ഈ തവണ ഞാനൊരു താങ്ക് യു പറയട്ടെ, കാരണം പേര് ഇത്രൂടെ എളുപ്പമാണ് പറയാൻ. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ്. വേറെ ഒരു പേരുണ്ടായിരുന്നു വിച്ച് വാസ് എ വ്യൂഹം ദി ആബിഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എൻ ആംഫിബിയൻ ഹണ്ട്. അപ്പോൾ അതിനേക്കാളും ഒക്കെ വളരെ വളരെ ഭേദമാണ്. സിംപ്ലിഫൈ ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഹൗ ഡു യു ഫീൽ? എന്താണ് ഈ ആക്ച്വലി ഈ സ്റ്റോറി ഐഡിയ എങ്ങനെയാണ് വന്നത് ഈ 4 സംഘത്തിൻ്റെ? ഈ സ്റ്റോറി ബേസിക്കലി ഔട്ട് ഓഫ് ഡിസൈൻ സ്കൂൾ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും സീരീസിൻ്റെ ഒരു കൾച്ചർ ഭയങ്കര ഹൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് ഓൾസോ ബേസിക് റൈറ്റിംഗ് സ്കിൽസ് പഠിച്ചു, ഇത് പ്ലോട്ടും മറ്റേതൊക്കെ വെച്ചിട്ട് പഠിച്ചപ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു സീ റൈറ്റ് സംതിങ് ഫ്രം യുവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് എന്ന് എൻ്റെ ഒരു ഫാക്കൽറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഞാൻ എഴുതുന്ന എല്ലാം ഏലിയൻ വന്നിട്ട് ടൈം ലൂപ്പിൽ പോകുന്ന പോലെ, ഹാവ് യു നോട്ട് റെഡ് ബഷീർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ട് ഞാൻ നോക്കുമ്പം I grew up in a similar space and all my chetanmars, they were involved in such fun activities. ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു പ്രിവിലേജിൽ നിന്നൊക്കെ വരുന്ന, അല്ലെങ്കിൽ പ്രിവിലേജ് ലൈമിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ. അപ്പോൾ ദിസ് ഇസ് ഡാറ്റ ഫോർ മീ, ഓൾറെഡി എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അറേഞ്ച് ചെയ്ത് 11-12 years ആയി. ഈ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ അപ്പോഴേ ഡെവലപ്പ് ഇല്ലില്ല, ഫസ്റ്റ് സ്റ്റോറി ഫുൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ്സ് മാത്രമേ സ്ക്രീൻ പ്ലേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ ബൗൺസ് ചെയ്ത് ഡെവലപ്മെൻറ്റ് ടീം ഒക്കെ വന്നു, എല്ലാവരും കൂടി ബൗൺസ് ചെയ്താണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. പക്ഷേ ഐ ഹാഡ് ദി എൻഡിങ് ആസ് വെൽ. അപ്പോൾ ഇനിഷ്യലി ഇത് ഒരു വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് കൺസീവ് ചെയ്തത്? അതെ, വെബ് സീരീസ് ആയിട്ട് തന്നെ. ഇല്ല, ഫിലിമായിട്ട് ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം പ്രശാന്ത് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു. പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു സിനിമയായിട്ട് ഇത് ബുദ്ധിമുട്ടായി. ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ പ്രശാന്ത് ലക്ഷൻ സിനിമയായിട്ട് ഇത് അത്ര സുഖമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സീരീസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് നിറയെ സ്പേസ് ഉണ്ട്. ലൈക്ക് അവരുടെ ഗ്യാങ് ആണല്ലോ എന്ന് വെച്ചാൽ ഇത് 4.5 അല്ല, ഓൾ ദ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ദാറ്റ് കം ഇൻ, അഗസ്ത്യ ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര ഈത്തോസ് ഉണ്ട്. അപ്പോൾ അത് സീരീസിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റുക. ആൻഡ് കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കട്ടെ, ബിക്കോസ് ഇറ്റ്സ് എ വെരി കാസ്റ്റിംഗ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള. ആൻഡ് ഈ ഫ്രഷ് ഫേസസ് ആയിരിക്കണം, ക്യാരക്ടേഴ്സിലേക്ക് കംപ്ലീറ്റ്ലി സിങ്കിൻ ആവണം. ശംഭു ഇതെന്ന് തുടങ്ങാം. ശംഭു, കൃഷാന്തിൻ്റെ കോൾ എങ്ങനെയാണ് വന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് വന്നത്? നമ്മൾ സോ ലോക്ക്ഡൗൺ സമയത്ത് നായകൻ ഹാഡ് ഫിനിഷ്ഡ്, പക്ഷെ ആ മൂവി ഇങ്ങനെ ഡിലേ ആയിട്ടിരിക്കുകയാണ്. സോ ഐ എം നോട്ട് സപ്പോസ് ടു ബി എ പാർട്ട് ഓഫ് എനി അതർ വർക്ക്, ഐ കനോട്ട് സൈൻ എനി കോൺട്രാക്ട്. പക്ഷേ ഐ ഹാഡ് നോട്ട് ഫേസ്ഡ് ക്യാമറ ഫോർ എ റിയലി ലോങ് ടൈം. അപ്പോൾ ഐ വാണ്ടഡ് ടു ഡു സംതിങ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഓഫ് മൈൻ വാസ് വർക്കിംഗ് വിത്ത് കൃഷാന്ത് ഓൺ ക്രയ വിക്രയ പ്രക്രിയ. അപ്പോൾ ആ പുള്ളിക്കാരി ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ദാറ്റ് ഞാൻ ഇങ്ങനെ കുറേ നാളായി ഫേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഐ ഡോണ്ട് വോണ്ട് മണി ഓർ എനിത്തിങ്. And then she introduced me to Krishant. Krishant called me ഒരു ദിവസം രാത്രി, and then he sent me the script അപ്പം തന്നെ. പിറ്റേ ദിവസം കൃഷാന്ത് തന്നെ വന്ന് പിക്ക് ചെയ്ത്
കൃഷാന്ത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ ഷൂട്ട് ചെയ്ത്. കൃഷാന്ത് തന്നെയായിരുന്നു പ്രൊഡക്ഷനും ഡ്രൈവറും പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അതിൻ്റെ. ഇറ്റ് വാസ് എ 0 ബഡ്ജറ്റ് വെബ് സീരീസ്. ഐ തിങ്ക് ഐ ഷോട്ട് ഫോർ ക്ലോസ് ടു 10 days ഓർ സംതിങ്. അതിൽ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ കാഷ്വലി പറഞ്ഞതാണ്, ഇങ്ങനൊരു കോണ്ടന്റ് ഉണ്ട് മാൻ, ഇത് മെറ്റീരിയലൈസ് ആവുകയാണെങ്കിൽ ഇതിനകത്ത് ദർ ഇസ് എ ക്യാരക്ടർ കോൾ മണിയൻ വിച്ച് ഐ വാണ്ടഡ് ടു പ്ലേ. അപ്പം അന്ന് ഇങ്ങനെ കുറേ പേര് പറയൂ ഇത്, പക്ഷേ ദേ നെവർ ഫോളോ അപ്പ് ഓർ എനിത്തിങ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വി ആക്ച്വലി വെർ നോട്ട് ഇൻ ടച്ച് ഫോർ എ വൈൽ. ഐ ഡബ്ഡ് ഫോർ ഇറ്റ് എന്നല്ലാതെ വി നെവർ വെർ ഇൻ ടച്ച്. അത് കഴിഞ്ഞിട്ട് സോളമൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഐ വാസ് ഇൻ മുംബൈ ആൻഡ് ഐ ഡിഡ് നോട്ട് ഹാവ് എനി വർക്ക്. ഐ വാസ് ലൈക്ക് വെരി ക്ലോസ് ടു ലൈക്ക് ലീവിങ് ദിസ് ആൻഡ് ട്രൈങ് ടു ഫിഗർ സംതിങ് ഔട്ട് എൽസ്. ഓക്കെ, അതെല്ലാവരുടെയും കഥ അങ്ങനെയായിരിക്കും. ആ പോയിന്റിൽ ഐ തിങ്ക് ഐ സോ പുരുഷപ്രേതം ആൻഡ് ഐ കോൾഡ് ഹിം ആൻഡ് ഐ ലവ്ഡ് ദ മൂവി. ഐ കോൾഡ് ഹിം ആൻഡ് ഹി സെഡ്, man, ഞാൻ നിങ്ങളൊരു കുറച്ച് ഐ കോൾ യു ബാക്ക് ഇൻ എ കപ്പിൾ ഓഫ് മന്ത്സ് സംതിങ് ദർ ഇസ് സം ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദെൻ ഐ തിങ്ക് കോൾ മീ 2023 April when I was like, I was almost finished. Like I was like very sure that I'm not going to continue in this. And I remember I was sitting in a park and I get a call 5 PM like Krishan, and then I pick up. He's like, man, ഞാൻ അന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നില്ലേ, അത് സോണി ഇൻട്രസ്റ്റഡ് ആണ്, അത് ഓൺ ആയിട്ടുണ്ട്, അത് മോസ്റ്റ്ലി ഈ വർഷം നവംബറിലെങ്ങാനും തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചിട്ട് man സ്ലാങ് നോക്കണേ എന്ന് പറഞ്ഞു. And I was like, okay, last shot. Okay, let's just do this, and if this doesn't, like, if this I don't like this, or if this doesn't work out, like then I'll make a call. And then I came to Trivandrum. I lived there for 6 months to figure this out. Adinadike പക്ഷേ there was this one conversation I had with Krishant. I actually asked him, lead cast Sanju, Niranj, Njan, Srinath. Very honestly speaking, none of us are bankable. I have played a hero and failed. Niranj has played. Bankable. No, why are you worried? No. This is just this is like off camera. It's a personal conversation between both of us. Like, where is this coming from? I just really wanted to know what was the root of this. Let me ask him. Where was that coming from? And Sanju, I'm coming to you. അല്ല, പക്ഷേ അതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ബേസിക്കലി 3 പേരും നായകന്മാർ തന്നെയാണ്. ദേ ഹാഡ് നായക ഫിലിംസ് ബിഫോർ, പക്ഷേ സംഹൗ ദോസ് ഫിലിംസ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. അപ്പോൾ എനിക്ക് ആ ഹീറോ മെറ്റീരിയൽ സംഭവം വേണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ ഒരു അണ്ടർഡോഗ് പരിപാടിയും വേണം. അപ്പം അങ്ങനത്തെ ഒരു സാധനം എൻ്റെ മൈൻഡിൽ. ഇവർ 4 പേരും, മണിയനും അരിക്കുട്ടനും അൽത്താഫും, irony, ഇവർ 4 പേരും ഫെയിൽഡ് ഹീറോസ് ആണ്. Okay. Trust him to come up with something like that. Sanju, seriously, ഞാൻ 1000 Babies-ൽ കണ്ടിട്ട് I'm so in awe of his work. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1000 Babies-ഉം ഇതും തമ്മിൽ ഒരു രീതിയിലും കണക്ട് ഇല്ല. Completely different genres ആണ്. What was the experience like for you? And of course with Krishant. Krishant വളരെ quirky ആയിട്ടുള്ളൊരു ഡയറക്ടറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായി പോവോ? ഇല്ല, കൃഷാന്തിനെ പറ്റി ഇപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും, ഈ കൃഷാന്ത് എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ എപ്പോഴും കൃഷാന്തിനെ പറ്റി അപ്പോഴാണ് നമ്മൾ കൂടുതൽ ആലോചിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു സമയം, കൃഷാന്ത് എന്ന് പറയുന്ന ഒരു 15 ഫിലമെൻ്റ് ഉള്ളൊരു ബൾബാണ്. ഞാൻ എപ്പോഴും കൃഷാന്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴും ഇങ്ങനെ മിന്നിക്കൊണ്ട്, ഇതിലേതാണ് കത്തെന്ന് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ ടക്ക് 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 ടക്ക്. അപ്പം അത്രയ്ക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചിന്തിക്കുന്ന. അപ്പം കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വേറൊരു വർക്ക് നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഇപ്പം നമ്മുടെ സ്റ്റാർസ് ആയിട്ടുള്ള സുഹൃത്തുക്കളായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്നെ ഇപ്പം കൃഷാന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടോവിയാണ്. അപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് 2014 or 15 ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച്, ഞാനും ടോവി ഒരുമിച്ച് മൺസൂൺ മാംഗോസ് എന്ന സിനിമ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ പറഞ്ഞു, സഞ്ജു ബ്രോ ഇങ്ങനെ കൃഷാന്ത് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ബോംബെയിലാണ്, അപ്പോൾ പുള്ളി ഒരു സബ്ജക്റ്റ് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കേൾക്കണം, പുള്ളി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയിൽ വെച്ച് പുള്ളിയെ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ മുതലുള്ളൊരു ജേണിയാണ്, ഒരു 10 വർഷത്തിന് മേലെയുള്ള ജേണിയാണ്. അപ്പോൾ ഒരാളോട് പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ആക്ടറിനോട് അല്ലെങ്കിൽ സ്റ്റാറിനോട് പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷാന്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം, അതായത് നിങ്ങൾക്കൊരു പരീക്ഷണം നടത്താം, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തൊരു വർക്ക് ചെയ്യാം, ആൻഡ് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണോ, ഫൈനാൻഷ്യലി എങ്ങനെയാണോ, മറ്റതെങ്ങനെ, വേറെ ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, അത് നമ്മുടെ ലൈഫിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പുരുഷപ്രേതമാണ്. പുരുഷപ്രേതത്തിന് മുമ്പ്, അപ്പോൾ അതിന് മുമ്പ് പല സബ്ജക്ട്സും, ഈ 4 രസംഗമൊക്കെ പണ്ട് അന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സാധനമുണ്ട്, അത് സീരീസ് ആക്കാൻ പറ്റും, പക്ഷേ സീരീസ് മലയാളത്തിൽ നിന്ന് ഭയങ്കര പാടാണ്, സിനിമയാക്കാനാണെങ്കിൽ അത് ഭയങ്കര വലുതാണ്, അങ്ങനത്തെ ഒരു പരിപാടി, ഇത് അടിപൊളി പരിപാടിയാണ്. അത് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറേ കഥകൾ പറഞ്ഞു പോകും. എൻ്റെ എപ്പോഴും മനസ്സിലാണ് സത്യശീലൻ എന്ന് പറഞ്ഞൊരു കഥയൊക്കെ ഇങ്ങനെ, അത് വളരെ സിമ്പിൾ പേരാട്ടോ, അതെനിക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ മസ്തിഷ്കം പറഞ്ഞാൽ ഞാൻ സഞ്ജുവിന് ഓർമ്മ കാണത്തില്ല, ഇതിപ്പോൾ എടുത്തിട്ട് സഞ്ജു പോകാൻ വേണം, ഇതൊക്കെ ഞാൻ എന്താ പറയുക, അല്ല
അപ്പോൾ ഇത് അല്ല എന്താണെന്നറിയോ, ഇത് കൃഷാന്ത് 4.5 സംഘത്തിൻ്റെയാണെങ്കിലും സ്ക്രിപ്റ്റ് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് നമ്മൾ സെറ്റ് ഞാൻ അയച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാൻ. ഞാനത് വായിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ഇങ്ങോട്ട് കട്ട് ഞാൻ പറഞ്ഞു കൃഷാന്ത് നമ്മൾ നറേഷൻ വെച്ചിട്ടില്ലേ, എനിക്ക് അന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി, കാരണം ഇതിങ്ങനെ സ്വിങ് ചെയ്ത് വേണം. അപ്പം പിന്നെ കൃഷാന്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നല്ല അങ്ങനെ ഒരു പറഞ്ഞ് അത് ചെയ്യുന്നതാണ്, അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഇതൊരു വലിയ പ്രോസസ്സായിട്ട് നമ്മൾ പുരുഷപ്രയം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ട് പറയും കേട്ടോ. അതിന് മുമ്പ് പണ്ടൊരു വർക്ക് കൃഷ്ണാന്ത് ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു അത് കണ്ടായിരുന്നു മാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് ഞാൻ കണ്ടില്ല, കണ്ടവൻ അത് കുറയാണ്. അല്ല അത് കുറച്ച് നേരം കുഴപ്പമില്ല, പിന്നെ സഹിക്കാൻ പറ്റില്ല, പിന്നെ പക്ഷേ ഒരു അരമണിക്കൂർ നിങ്ങൾ കണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾ ഫുള്ള് കാണും. ഇങ്ങനെയൊക്കെ പറയുന്ന ഡയറക്ടർമാരെ എനിക്കത് അത് ഞാൻ പറയില്ല. അത് പറയില്ല. ഇത് 4 സിനിമയുള്ളൂ. അല്ല ഒരു വർക്ക് ഞാൻ സിനിമയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഒരു വർക്ക്. അപ്പോൾ അങ്ങനെ ഫ്രാങ്കായിട്ട് സംസാരിക്കുന്ന, സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആൾ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പുരുഷപ്രേതം ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ പ്രശാന്തേട്ടനാണ് അത് വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഞാൻ കൃഷ്ണാന്തിനോട് പറഞ്ഞു കൃഷ്ണാന്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനുണ്ടതിൽ വന്നിട്ട് ഇപ്പം നമ്മൾ സഹായമായിട്ട് വെറുതെ വന്നത് അവിടെ നിൽക്കണമെങ്കിൽ പോലും നമ്മളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സാധനമുണ്ട് മാൻ, പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ട മാൻ, നമ്മൾ സീരീസ് പ്ലാൻ ചെയ്യുന്നില്ല, അത് വലിയൊരു സാധനം പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ നമ്മളിത് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാൻ നിങ്ങൾ നാളെ എവിടെ ഉണ്ട് മാൻ, നിങ്ങൾ എവിടെ ഉണ്ട്, നമുക്ക് ആ പരിപാടി ഒന്ന് ചെയ്താലോ, നിങ്ങൾ ചെയ്താൽ അത് വേറൊരു രസമായിരിക്കും, നമുക്ക് നോക്കാം മാൻ. അങ്ങനെ പെട്ടെന്ന് ഞാൻ സെറ്റിൽ ചെല്ലുന്നു, എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. അന്നേരം സ്പോട്ടിൽ പരിപാടികളെല്ലാം സെറ്റ് ചെയ്തു, താടി അന്നേരം സെറ്റ് ചെയ്തു, അങ്ങനെ ഇതെല്ലാം പെട്ടെന്ന് നടന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്തൊരു കട്ടായിപ്പോയി ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഇയാൾ അതേപോലെ മീശയും താടിയൊക്കെ വെച്ചിട്ട് അതേപോലെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പോൾ ഇവരെന്താ അങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിരുന്നു, പക്ഷെ കട്ടായിപ്പോയി, ഫണ്ണി ആയതുകൊണ്ട് തന്നെ കട്ടായിപ്പോയി. കൃഷാന്തിന് ഈ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് കൃഷാന്തിന് ആക്ച്വലി എല്ലാം ഇങ്ങനെ സ്കെച്ച് ചെയ്ത് റെഡി ആയിട്ട് ഷോർട്ട് വൈസ് ബ്രേക്ക് ഡൗൺ എല്ലാം കാണും റെഡി ആയിട്ട് ഓൺ സെറ്റ്സ്. ഒരു ബ്രീഫിംഗ് കാണും, ഷോർട്ടിന് ബ്രീഫിംഗ് കാണും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും. ഓൾ ഡിപ്പാർട്ട്മെന്റ് ബ്രീഫിംഗ് ഇപ്പോൾ മസ്തിഷ്കത്തെ നമുക്ക് അവസാനം ചെയ്യാൻ പറ്റില്ല, എന്നാലും മോസ്റ്റ് ഡേയ്സ് ഏർലി മോർണിംഗ് എത്തുമ്പോഴത്തേക്കും തന്നെ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും കാണും മിക്കവാറും. അപ്പൊ എന്തെങ്കിലും പ്രശ്നം താറുമാറായി, എന്തോ സെറ്റ് കിട്ടിയില്ല, ലൊക്കേഷൻ ശരിയല്ല, എന്തെങ്കിലും അങ്ങനെ ക്രൈസിസ് വന്നു അല്ലല്ല, കഴിഞ്ഞാൽ എവറിബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. അപ്പം ഇത് എൻ്റെ ജോലി മാത്രമൊന്നുമല്ല. ഇപ്പം കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും സംബഡി വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ആൻഡ് സോൾവ് ഇറ്റ്, ആൻഡ് അത് എല്ലാവരും കൂടെ ഒത്തങ്ങ് സോൾവ് ചെയ്ത് വരും. തെറി പറഞ്ഞാലൊക്കെ എത്രത്തോളം അത് പോകും. കുറേ ദേഷ്യം കാണിക്കാൻ കുറേ പേര് പിന്നെ പേടിക്കും, അല്ലാതെ പ്രോബ്ലം ഈസ് നെവർ സോൾവ്. അത് ഞാൻ നിരഞ്ജനോട് ചോദിക്കും. നിരഞ്ജൻ ഇപ്പം കേട്ട് വളർന്ന കുട്ടിക്കാലം മുതലേ അവിടുത്തെ സെറ്റ്സിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതുപോലത്തെ ഒരു എൻവയൺമെൻറ്റിലേക്ക്, ഇതുപോലത്തെ ഒരു നമ്മൾ പഴയ കാലത്തെ സിനിമകളൊക്കെ അതിൻ്റെ സ്ട്രക്ചർ പോലെയേ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേ ഓഫ് അപ്രോച്ചിങ് എ സ്റ്റോറി. ആ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു നിരഞ്ജന്? ആ ട്രാൻസിഷൻ ഞാൻ ഇതിനു മുമ്പ് വേറെ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അവിടെ അതിൽ നിന്നാണ് എൻ്റെ ശരിക്കുള്ള ട്രാൻസിഷൻ. കിട്ടുന്ന സ്വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞ് വിളിച്ചു. അതായത് പറഞ്ഞു വരുമ്പോ ഈ സിനിമ അതെ നെപ്പോ. അപ്പം ഞങ്ങള് ഇപ്പൊ കുറെ പേര് നമ്മളെ സിനിമയിലൊക്കെ കുറച്ചായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ വന്ന ഉടനെ തന്നെ ഈ സച്ചിൻ വിളിച്ചത്, ഡേ നിങ്ങളുടെ അച്ഛൻ ലെജൻഡ് ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സുഖമെന്ന്. അല്ല അവൻ തന്നെ ഒന്ന് കളിയാക്കും, അതിന്റെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയുള്ളൂ എന്ന് അവൻ തന്നെ പറയും. പേര് നെപ്പോ എന്നാണ് ഇനി എളുപ്പം, അതാണ് നല്ലത്. നെപ്പോ രാജ് ഒരുത്തരും വേണം, ഞാൻ മതി എന്നാണ് രാവിലെ വന്നപ്പോഴത്തേക്കും ആ നെപ്പൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു എടാ എൻ്റെ അച്ഛൻ കറക്റ്റ് സമയത്ത് ഫോട്ടോയും കൊണ്ട് നടന്ന് സിനിമയിൽ റോൾ വെച്ചു, നിന്റെ അച്ഛൻ പിന്നെ കുറച്ച് കുറഞ്ഞില്ല. ഹൈറാർക്കി ഇല്ല, അങ്ങനെ ഒരു സാധനമില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ്, അങ്ങനെ നമുക്കൊരു സ്ട്രെസ് ഒന്നുമില്ല, ഭയങ്കര സന്തോഷത്തോടെ വർക്ക് ചെയ്ത് തീർന്നു. ഒരു ദിവസം പോലും എവറി ഡേ യു ഗോ ഓൺ സെറ്റ് യുവർ ലൈക്ക് റിയലി ഹാപ്പി. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടന്റ് ഭയങ്കര കിടുന്ന കണ്ടന്റ്, കിടുന്ന ഫിലിം മേക്കർ, കോസ്റ്റാർസ് എല്ലാമായിട്ട് ഭയങ്കര സെറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ആ ഹൈ ആണ് എപ്പോഴും. അപ്പം ഞാനിപ്പം 4 സംഘം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം ഇപ്പോഴും ഹൈയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗുഡ് തിങ്.
And Krishan, how did you zero in on both of them? സച്ചിൻ ത്രൂ ഓഡിഷനാണ്. വെട്ടലൊക്കെ ഉണ്ടല്ലോ അതെ അതെ, അതൊക്കെ തുടക്കത്തിലുള്ള ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ വി ഹാഡ് കാസറ്റ് സമ്മൺ ഏർലിയർ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് സ്റ്റണ്ടിനൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പം പുള്ളിക്ക് ഈ ഒരു സീരീസിൻ്റെ വേൾഡ് ഫെമിലിയർ അല്ല, പുള്ളിക്കാരൻ സീരിയലാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ അതെ, വേറൊരു കുറേ ട്രെയിനൊക്കെ ചെയ്തു. he trained with us, sir. ഒരു എല്ലുണ്ടാക്കിയ പ്രശ്നം. അല്ലല്ല അങ്ങനെയല്ല. അപ്പം ഇതിൻ്റെ ഈ എലിറ്റിസ്റ്റ് ഹൈറാർക്കിയിൽ സീരീസ് മുകളിലും സീരിയൽ താഴെയൊക്കെയാണ് സത്യത്തിൽ. എന്ന് വെച്ചാൽ വീട്ടമ്മമാർ കാണുന്ന സാധനം സീരിയലും ക്ലോസപ്പുകളൊക്കെ ഇങ്ങനെ വരും, സീരീസിൽ അങ്ങനെയല്ല. അപ്പം എന്താ സീരിയലിൽ ആക്ച്വലി ഡ്യൂറേഷൻ കൊടുത്ത് അഭിനയിക്കണം. സീരീസിൽ അങ്ങനെ, സിനിമയിൽ അങ്ങനെ വേണ്ട. സീരീസിൽ ഇപ്പം നമ്മൾ സീരിയൽ അഭിനയിക്കുമ്പം നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ, ഇപ്പം പുള്ളിയെ ഇപ്പം നോക്കുന്നതാണ് ഒരു എക്സാമ്പിൾ. പുള്ളി ഇങ്ങനെ നോക്കുന്നപ്പോൾ ഒരു ഓടുന്നൊരു വലിയ സംഭവം പറഞ്ഞു. അപ്പോൾ നമ്മൾ സീരിയലിലാണെങ്കിൽ സിനിമയിൽ നമ്മളിങ്ങനെ നോക്കുമല്ലോ, സീരിയൽ അങ്ങനെ നോക്കുമല്ലോ. സീരിയൽ ഈ ഡ്യൂറേഷൻ അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവരാണ് നമ്മളെ സീരിയൽ കില്ലർ. അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇച്ചിരി പാടാണ്. മീറ്ററൊക്കെ ഒന്ന് താഴെ പിടിക്കേണ്ടി വരുന്നു. നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ നോക്കാൻ പറ്റില്ല. നിശാന്ത് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. നമ്മൾ പിണങ്ങി പിണങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സീനുണ്ട്. വേറെ ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു ബൈക്ക് തെറിച്ച് പോകും. അപ്പോൾ 45 പേര് ഓടും, ബൈക്ക് തെറിക്കും. കണക്കിട്ടത് അതിൽ കീ അല്ലാത്തൊരു ഫാക്ടർ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ സച്ചിൻ ഓടണം. സച്ചിൻ അത് ഷോട്ട് എടുക്കാൻ പോയി സച്ചിൻ പറഞ്ഞു, കൃഷ്ണൻ ചേട്ടാ എൻ്റെ അടുത്ത് ആരും ഇത് പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്തില്ല, എനിക്കിത് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഹി വാസ് കൺഫ്യൂസ്. അപ്പം ഞാൻ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ചാടി വലിഞ്ഞൊക്കെ കയറി ചിലത് ഫുള്ള് ബ്രീഫ് ചെയ്തിട്ട് ആദ്യം ആക്ഷൻ വിളിക്കും. അപ്പം ശ്രീനാഥ് ഓടും, അത് കഴിഞ്ഞിട്ട് നീ ഓടണം. ശ്രീനാഥ് തിരിച്ചോടുമ്പോൾ തിരിച്ചോടുമ്പോൾ ഫസ്റ്റ് ഓടും, അത് കഴിഞ്ഞിട്ട് ശ്രീനാഥ് അവിടെ പോയി ഒരു സംഭവം തിരിച്ചോടും. ഇങ്ങനെ ചെയ്യും, എല്ലാവരും സ്ലോയിൽ ഒരു പ്രാവശ്യം ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ. ആക്ഷൻ വിളിച്ചത് ഇറങ്ങി ഓടി. ശ്രീനാഥ് ഫസ്റ്റ് ഓടിയപ്പോൾ ഞാനും കൂടെ ഓടി. എന്നിട്ട് എല്ലാ സാധനങ്ങളും പൊട്ടി തെറിച്ച് ബൈക്ക് ഞാൻ വീണ് എല്ലാം. അപ്പൊ പിന്നെ ഇവനെ അടുത്ത മാർക്കറ്റിൽ കുത്താൻ പോകുന്ന ഓടിക്കളഞ്ഞു. അത് ലൈറ്റ് ഭയങ്കര ബ്രൈറ്റായി, ലൈറ്റ് പോയി. കഴിഞ്ഞ് ലൈറ്റ് അങ്ങ് പോയി, ഡാർക്ക് ആയപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ ബ്രീഫ് ചെയ്യില്ല. ഇവരൊക്കെ ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ട്. മെയിൻ ജോബ് ഞാൻ പറഞ്ഞത് മെയിൻ ജോബ് കോൺസെൻട്രേഷനാണ്, അത് ഇല്ലയെന്ന് പറഞ്ഞു. ബാക്കി അത് എൻ്റെ അടുത്ത് സെൻഡ് ചെയ്യില്ല. തിരിച്ച് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ഇവൻ സെൻഡ് ആയിട്ട് പോയി നിർത്തി. എനിക്കാണ് ഏറ്റവും പേടി. ഞാൻ പറഞ്ഞാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് നീ പോയ കണ്ടിന്യൂറ്റി നീ പാടാ. നീ എനിക്ക് ആദ്യം കുറച്ച് ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നുമില്ല, അത് ഒന്ന് ഇതാകുമ്പോൾ ശരിയാവും. അങ്ങനെയൊന്നുമില്ല. ഈ ട്രാക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 ഷോട്ട്, ഒരു വൈഡ്, ഒരു ക്ലോസ്, ജസ്റ്റ് റിയാക്ഷൻ, അത്രേ ഉള്ളൂ സാധനം. അപ്പോൾ അതിങ്ങനെ ഒരു 5-6 വർഷമായിട്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര വലിയ സംഭവമാണ്. ഇവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്, ഇവർ ഭയങ്കര ഷാർപ്പാണ് എല്ലാവരും. ഇവർക്കൊക്കെ ഒരു പ്രാവശ്യം സീരിയസ്ലി ഇവർ ഇപ്പം നിരഞ്ജ് ശ്രീനാഥൊക്കെ ഭയങ്കര ഇംപ്രവൈസേഷനാണ്, ഭയങ്കരമായിട്ട് ഹ്യൂമർ പറയും. ഇതിപ്പോൾ കൃഷ്ണാന്തേട്ടൻ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പം ഇവർ പറയും, അതായത് കൃഷ്ണാന്തേട്ടൻ നമുക്ക് ആ ഒരു സ്പേസ് തരും, ഇവിടെ നമുക്ക് എന്ത് പറയാം. ഇവരൊക്കെ ഇടുന്ന ആദ്യം ഞാൻ വിചാരിച്ചു ഇവന്മാർ ഇതെങ്ങനെ ചെയ്യുന്നു, ഇവന്മാർക്ക് എങ്ങനെ ഐഡിയ കിട്ടുന്നത്. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് കയ്യിൽ ഫണ്ണി ആയിട്ടുണ്ട്. ഞാൻ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ആദ്യമൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല. പിന്നെ ഞാൻ ശ്രീനാഥിനെ ഒരുപാട് കണ്ടുപഠിക്കും. സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ അല്ലല്ല, ഫസ്റ്റ് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കൃഷ്ണാന്തേട്ടൻ എടുത്ത് പറഞ്ഞാൽ, എടാ നീ ശ്രീനാഥിനെ നോക്കണം, ശ്രീനാഥ് ഭയങ്കര ഷാർപ്പാണ്. ശ്രീനാഥ് എന്ത് പറഞ്ഞാലും ഇപ്പം നിരഞ്ജി ഇവരെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ ഇവർ ടേക്ക് സമയത്ത് ശ്രദ്ധിച്ചാൽ ഇവർക്ക് മനസ്സിലാവും. പക്ഷെ ശ്രീനാഥ് അങ്ങനെ, ശ്രീനാഥിന് ഭയങ്കര ഷാർപ്പാണെങ്കിലും ശ്രീനാഥ് ഫുൾ കോൺസെൻട്രേഷൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ശ്രീനാഥിന് എല്ലാം അറിയാം. ഇപ്പോൾ ശ്രീനാഥ് ലെൻസൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പം എനിക്ക് ലെൻസിനെ കുറിച്ചൊന്നും വഴിയിലായിട്ടില്ല. ശ്രീനാഥൻ ഇങ്ങനെ നീക്കി എടുത്തിട്ട് പറയും ഇവിടെ നിൽക്കണം, ഈ ലെൻസിലടാ ഇത്ര മൂവ് ചെയ്താൽ മതി. ശ്രീനാഥ് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ബോൺ ആക്ടർ എന്നാ വിളിക്കുന്നത്. ശ്രീനാഥിന് ഇട്ടിരിക്കുന്ന പേര് ബോൺ ആക്ടർ. ഞാൻ വിളിക്കുന്ന ബോൺ ആക്ടർ. സെറ്റിൽ പലരും
തെറ്റിദ്ധരിച്ചത്. ഫോൺ ആക്ടർ തന്നെ അങ്ങനെ ഇല്ല, അവരൊക്കെ പോൺ, പോൺ, വന്നിട്ടുണ്ടോ? പോൺ. ഞാൻ പോൺ ആക്ടർ എന്നാണ് അല്ല അതിനനുസരിച്ച് എനിക്ക് അതിനകത്ത് പേരുകൾ ഭയങ്കര ഇഷ്ടമായി. ഈ അരിക്കുട്ടൻ എന്തോ വായില അരിയണ്ണൻ എന്ന് പറഞ്ഞത് അരിക്കുട്ടൻ, ബ്രൂസ്ലി, എല്ലാ പേരും പേലക്കുട്ടൻ, കഞ്ഞി, മൂങ്ങ. ഐ മീൻ ഈ പേരുകളൊക്കെ ലൈക്ക് കുറേയൊക്കെ റിയൽ പേരുകൾ പോലെ. അരിക്കുട്ടൻ, എനിക്ക് അനിക്കുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനെ അറിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്. പിന്നെ ഒരു അരിയില്ലെന്നൊക്കെ തിരുവനന്തപുരത്ത് ഭയങ്കര നാച്ചുറലായിട്ട് പറയും അന്ന്. പിന്നെ കഞ്ഞി, നമുക്ക് കഞ്ഞി സുഹൃത്തുണ്ട്, കഞ്ഞി എന്ന് തന്നെ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് സുദേവാണ്. സുദേവാണ്, കഞ്ഞിന്ന് വിളിക്കും. അത് ശരിയാ. നിന്റെ ശരിക്കും പറയുന്നത് മുരളി ഗംഗാധരനാണ് മൂങ്ങ. അതാണ് മൂങ്ങ. ഓ പിന്നെ അവന് വേറെ സീരീസിൽ അല്ലാത്ത മൂങ്ങയായിട്ട് ബന്ധമുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയില്ല എന്നുള്ളത് അവന് മൂങ്ങ കച്ചവടം, വെള്ളിമൂങ്ങ കച്ചവടം. സീരീസിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? റിച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ കുറച്ച് റിച്ച് ആണ്. ഇവനാണ് ഇതിൻ്റെ അകത്തെ ഓൺടർപ്രീനർ പ്രോപ്പർ. ബാക്കി എന്റെ റെസ്റ്റോറന്റിനെ പറ്റി മറക്കുന്നു. അല്ല ഇതിനകത്ത് ഏറ്റവും എനിക്ക് രസം തോന്നിയത്, ഞാൻ ആ ഫസ്റ്റ് മൈത്രേൻ ആ പേനയും കൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴാണ് ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ്. കാരണം ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജഗദീഷ് കൂട്ടിക്കൊണ്ട് വരുന്നു, അകത്തേക്ക് വരുന്നു, ഇവരിയ്ക്കുന്നു. ഞാൻ ഇവർ തമ്മിലുള്ള എന്താണ് സംഭവം എന്ന് നമുക്ക് പിടി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി പേന എടുത്തിട്ട് ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നത്, ഐ തിങ്ക് ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. പിന്നെ വലിയ വലിയ പേരുകൾ ഞാൻ കണ്ടെടുത്തോളം ഇന്ദ്രൻ സർ, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇൻസൈഡ് ദ ജയിൽ, അതും ഭയങ്കര രസമായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വർക്കിംഗ് വിത്ത് ഓൾ ദ വെറ്ററൻ സ്റ്റാർസ്? ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ള എൻ്റെ അച്ഛനും മകനുമാണ്. ഞങ്ങളൊരു ഒരു ബോണ്ട് ജയിലിൽ വെച്ചിട്ടാണ് നമ്മളുടെ അത്. ഈ ഇവർ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല, ഇവിടെ വെച്ചിട്ടാണ് പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് അടുക്കുന്നത്. അപ്പം അച്ഛൻ മകനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. മോനെ നീ എൻ്റെ പോലെ ആവരുത്, ഞാൻ ഇവിടെ കൊടുക്കുന്ന ബീഡിയാണ് നീ വാങ്ങിച്ച് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സ്നേഹം, ഭയങ്കര രസമാണ്. അതിനകത്ത് തന്നെ ഒരു ഇന്ദ്രൻ ചേട്ടൻ എന്നെ കുളിപ്പിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ ഇന്ദ്രൻ ചേട്ടൻ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീൽ കിട്ടും, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ കോമ്പിനേഷൻ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് പെർഫോം ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ സീനിന് ശരിക്കും ഒരു ലൈഫ് കിട്ടും. അപ്പോൾ അതിനകത്തൊരു ഭയങ്കര രസമുള്ളൊരു ഡയലോഗുണ്ട്. അത് ഈ അച്ഛൻ ജയിലിലാണ്, മോനും ജയിലിലാണ്, അപ്പം നീ എന്തിങ്ങനെ അങ്ങനെ ആയിപ്പോയെന്നുള്ളൊരു കോണ്ടെക്സ്റ്റാണ്. അപ്പോൾ എന്നാൽ അച്ഛൻ സിനിമ നടനായിരുന്നെങ്കിൽ ഞാൻ സിനിമ നടനാവുമായിരുന്നു, അച്ഛൻ കോടീശ്വരനായിരുന്നു ഞാനും അച്ഛൻ കോടീശ്വരനാവുമായിരുന്നു ഞാൻ കോടീശ്വരനാവുമായിരുന്നു. അച്ഛൻ ജയിലിലാണ്, ഞാനും ജയിലിലാണ്, ആൾക്കാർ നെപ്പോട്ടിസം എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു ഭയങ്കര രസമുള്ളൊരു സീനാണ്. അങ്ങനത്തെ കുറേ ഡയലോഗുകളുണ്ട്. ഇങ്ങനെ നമ്മൾ നോർമൽ അല്ലാത്ത കുറച്ച് ഡയലോഗുകൾ, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്. ന്യായത്തിന്റെ ഇറച്ചി, നിയമത്തിന്റെ ഇറച്ചി, അതൊരു എനിക്കൊന്നും ഒരു 5-6 വരികളുണ്ട് അങ്ങനത്തെ. അത് ശരിക്കും ഗംഭീരായിരുന്നു. അതൊക്കെ എവിടെ നിന്ന് വരുന്നു നമ്മൾ വിചാരിക്കും. അത് പക്ഷേ ഞാൻ ഇങ്ങനെ ലിറ്ററേച്ചറിൽ ഇപ്പം നിയമത്തിന്റെ ഇറച്ചി എന്നൊക്കെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് സോ വിയേർഡാണ്, ഭയങ്കര. അപ്പം ഇയാൾ പറഞ്ഞാൽ ചോദിക്കും, മറ്റേ ഇങ്ങനെ പറയില്ല, ഇത് ഗുണ്ടായോണ്ടാണ് ഇറച്ചി എന്ന് പറഞ്ഞാൽ, നിയമത്തിന്റെ കൈയാളുണ്ട്, കാൽവരയുണ്ട്. അത് ജഗദീഷ് ചേട്ടന് ഇഷ്ടമുള്ള ഏരിയ ആണ് അതൊക്കെ. സാഹിത്യമൊക്കെ സാധനങ്ങളൊക്കെ പറയാം ജഗദീഷ് ചേട്ടൻ ഭയങ്കര. അത് നമ്മളൊരു 4 എഴുതിയിട്ടുണ്ട്, ജഗദീഷ് സാർ 2 കൂടെ ആഡ് ചെയ്ത് അതിന് ആ ഒരു താളത്തിലും കൂടെ പറയും. ഈ ആർട്ടിസ്റ്റിലൊക്കെ ഏറ്റവും ഡിഫിക്കൽട്ട് കൺവിൻസ് ചെയ്യാൻ ആരായിരുന്നു കൃഷാൽ? വിജയരാഘവൻ സാർ, ഇന്ദ്രൻ സാർ, ജഗദീഷ്? ഞാൻ കൺവിൻസ് ചെയ്യാൻ പാടുള്ളവരോട് അധികം ഞാൻ ഇന്ററാക്ട് ചെയ്യൂല. ഞാൻ എൻ്റെ ചീഫ് അസോസിയേറ്റ് ഉണ്ട്, അവൻ ഗുണ്ടയാണ്, അവൻ ഗുണ്ടയാണ്. നിക്കി പോയിട്ട് അവരടുത്ത് സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും സാർ ആരെടുത്താലും. അപ്പം ദാറ്റ് ബിക്കംസ് വെരി ഈസി ഫോർ മീ. അപ്പം ഞാൻ ആ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിൽ കൺവിൻസ് ചെയ്യാൻ പാടാണെങ്കിൽ പിന്നെ ഞാൻ കൺവിൻസ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ സ്കില്ല് വെച്ചിട്ട് അവരെ കവർ ചെയ്ത് എടുത്തിട്ട് പിന്നെ എഡിറ്റിലേക്ക് രക്ഷപ്പെടുത്തില്ല. അല്ല ഇവരാരും നേരത്തെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ കൃഷാന്തി കൂടെ? ജഗദീഷ് സാർ പുരുഷപ്രേതം, ഇന്ദ്രൻ സംഘ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ്. അപ്പം ചൈൽഡ്ഹുഡ് തൊട്ട് എനിക്ക് അറിയാം. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് നാഷണൽ അവാർഡ്സ് പോയപ്പോഴത്തേക്കാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. വിജയരാഘവൻ സാറ് എനിക്ക് ഇതിലാദ്യമായിട്ട് വർക്ക് ചെയ്ത്. എനിക്ക് അങ്ങനെ പാടൊന്നുമില്ല. ഇവരൊക്കെ ഭയങ്കര ഈ ആക്ടിങ്ങിന്റെ ഇത് ഈ ആക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ അവരാലോചിക്കുന്ന വെച്ചാൽ ഈ പറയുന്ന ഒരു ഡിഫറെൻറ്റ് കാര്യം വർക്കാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പല സെറ്റുകളിൽ പോകുമ്പോൾ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ പല ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഒരു പാറ്റേൺ ഉണ്ട്, അത് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആക്ടേഴ്സിന് അത് ഭയങ്കര എൻകറേജിങ് ആണ്. വേറൊരു ലാംഗ്വേജിൽ വേറൊരു ഗ്രാമറിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൃഷാന്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ഇങ്ങനത്തെ ഡയലോഗുകൾ പറയുമ്പോൾ നമ്മൾ നോർമൽ സിനാരിയോയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. അപ്പോൾ അത് ഭയങ്കര രസകരമാണ്. ലേഡീസിന്റെ ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഇൻഫാക്ട്
അത് ശാന്തിക്കൊക്കെ താങ്ക്സ് പറയാം. ഞാൻ എഴുതിയ ശാന്തിയുടെ ക്യാരക്ടറിൽ ഒരു തേപ്പുകാരി സ്വഭാവമായിരുന്നു. ബീങ് എ മെയിൽ ആൻഡ് റൈറ്റിംഗ് ഫ്രം എ മെയിൽ പെർസ്പെക്റ്റീവ് വിമൻ കാൺ ബി റിട്ടൺ പ്രോപ്പർലി. അത് അത് അൺഫെയർ ആണ് കേട്ടോ. അല്ലല്ല, അത് അൺഫെയർ എന്നല്ല, അത് ട്രൂത്താണ്. അത് ട്രൂത്താണ്. നമ്മൾ ശ്രമിക്കും, പക്ഷേ എംപതി എന്ന് പറയുന്ന സാധനം ക്യാൻ ഓൺലി ടേക്ക് യു ടു സച്ച് എൻ എക്സ്റ്റെൻഡ്. ബാക്കി അൺലെസ് യു ആർ in that position, you cannot write how a woman is feeling properly or how a transgender person is feeling that way or how a Dalit person is. ബാക്കി പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യാണ്, നമ്മൾ മാക്സിമം ഇമാജിൻ ചെയ്യാണ്. പക്ഷെ നമ്മളത് അത്ര നല്ല കപ്പലിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെയല്ല ഇമാജിൻ ചെയ്യുന്നത്. ലൈക്ക് അല്ലാതെ എക്സ്പീരിയൻസ് ഇറ്റ്. ശാന്തി വായിച്ചിട്ട് ശാന്തി പറഞ്ഞു ഇറ്റ് ഹാസ് ദാറ്റ് സ്വഭാവം. ഐ ഓൾസോ ന്യൂ ദാറ്റ് ഇറ്റ് ഹാസ് ദാറ്റ് സ്വഭാവം. എൻ്റെ ഡെവലപ്മെന്റ് ടീമിന് അറിയായിരുന്നു, അന്നുവിനാണെങ്കിൽ ദീപയ്ക്കാണെങ്കിൽ നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്. ഐ വിൽ സോൾവ് ഇറ്റ് എന്ന് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നിഖിലിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാനിത് സോൾവ് ചെയ്യാം. എനിക്ക് വെച്ചാൽ ഇൻ പ്രോസസ് ആ സ്പേസിൽ എനിക്കിത് ഡിസ്കവർ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. ശാന്തി റെഡി ആൻഡ് ശാന്തി സെറ്റ് നോ ദിസ് ഇങ്ങനെ ഉണ്ട്, ക്യാൻ വി ആഡ് ദിസ്, ക്യാൻ വി ആഡ് ദാറ്റ്, ഈ പെർസ്പെക്റ്റീവ് കൊണ്ടുവരട്ടെ, ആ പെർസ്പെക്റ്റീവ് കൊണ്ടുവരട്ടെ. ഞാൻ നോക്കുമ്പോൾ somebody is doing my job. അപ്പോൾ ശാന്തി വന്നിരുന്നിട്ട് ഒരു മീറ്റിങ്ങിൽ കുറേ നേരം ഇരുന്നത് ഇത്രയും പറഞ്ഞിട്ടാണ് ശാന്തിക്ക് ഇത്ര നല്ലൊരു ആർക്ക് കിട്ടിയേക്കുന്നത്. ദർശനയുടെ ക്യാരക്ടർ ഇസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺ ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ അവർ ഒരു ലേഡി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലേഡിയുടെ ഫാക്റ്റുകൾ എടുത്തിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ദ ഓൺലി തിങ് ഇസ് ദറ്റ് ഷീ ഡസ് നോട്ട് ഹാവ് മച്ച് ടു ഡു ഡയലോഗ് വൈസ്. ഷീ ഓൺലി ഹാസ് ഒരു കാറിൻ്റെ അകത്ത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് മാത്രമേ ലാൻഡ് ചെയ്യാനുള്ള ഡയലോഗുള്ളൂ. പിക്കും പുള്ളിക്കാരും കൂടെ പ്ലോട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡയലോഗ്സ് അത്രയും ഇങ്ങനെ നിന്ന് നോക്കുന്നു, അങ്ങനെ നോക്കുന്നു, ഇവരുടെ ചെറിയുന്നു, അത് ലൈക്ക് ദോസ് കൈൻഡ് ഓഫ്. ദർശനം അത് എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യും. നമ്മൾ പുരുഷപ്രതി ക്യാരക്ടർ വിഷ്ണു അഗസ്ത്യയുടെ ലവ് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് അത് someone else was supposed to play it. അപ്പം അവരുടെ ഡേറ്റ്സുകൾ മാറി. അങ്ങനെ മാറിയപ്പോഴത്തേക്കും ജോക്കർ ഷോറീൽസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജോക്കർ ഷോറീൽസ് പടവീട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു യു ഹാവ് ദിസ് ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓഡിഷൻ അയച്ചു. പിന്നെ വന്ന് നമ്മൾ ആക്ടിങ് റിഹേഴ്സലൊക്കെ ചെയ്തു. എക്സാക്ട്ലി ഈ സാധനമല്ല ചെയ്തത്, അതിൽ ബ്രീഫ് ചെയ്തിട്ട് വേറെ കുറേ എക്സസൈസ് ഒക്കെ, അത് വിഷ്ണു എല്ലാവരും ആ എക്സസൈസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഞാനും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അത് കാസ്റ്റ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു ബ്രീഫ് അബൌട്ട് ദ ക്യാരക്ടർ? ഞാൻ ഏറ്റവും സംസാരിക്കാതിരിക്കുന്ന വളരെ ബുദ്ധിയുള്ള നമ്മുടെ തങ്ങളുടെ ചോദ്യം കഞ്ഞിയോട് തന്നെ എന്താണ് ബ്രീഫ് തന്നത് ക്യാരക്ടറിനെ കുറിച്ച്? പാവപ്പെട്ടവന്റെ സൈക്കോ, അതാണ് കഞ്ഞി എന്ന് പറഞ്ഞ ആദ്യം പാവങ്ങളുടെ സൈക്കോ അല്ലേ? പാവങ്ങളുടെ സൈക്കോ. കഞ്ഞി ഈ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് വേണ്ടി മരിച്ചു നിൽക്കുന്ന ഒറ്റ ബുദ്ധിയുള്ള ഒരുത്തനാണ്. അവനാണ് ബൈക്ക് ഓടിക്കാൻ അറിയാം, ഓട്ടോ ഓടിക്കാൻ അറിയാം, ട്രക്ക് ഓടിക്കാൻ അറിയാം. അതിനകത്ത് ഇതെല്ലാം ഓടിക്കുന്നുണ്ട്. ട്രക്ക് ഒരിക്കൽ ഓടിച്ചതിന്റെ പൂഞ്ചിറയിൽ ട്രക്ക് ഓടിച്ച് ചെറുതായിട്ടൊരു അപകടം സംഭവിക്കാൻ പറ്റില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവൻ ട്രക്ക് ഓടിച്ചോടുമ്പോ ആക്സിൽ ഒടിഞ്ഞ് വീഴുന്നത്. അല്ല, ഇവർ ഈ ക്യാമറ വെച്ചിട്ട് ഇത് പാൻ ചെയ്തില്ല. അപ്പോൾ ഈ ട്രക്ക് ഓടിച്ച് ഈ ബീഡി എങ്ങാണ്ട് വലിക്കണം, അങ്ങനെ അതങ്ങ് പോയി, ട്രക്ക് പോയി. അപ്പോൾ കട്ടൊക്കെ പറഞ്ഞ് ഇവരങ്ങ് മാറി. ഞാൻ ഇത് ചവിട്ടി നിൽക്കണല്ലോ, അപ്പം പേടിച്ചു. അതെ അതും നല്ല നമ്മുടെ ആർട്ട് ഡയറക്ടർ ഓത്തന്റിക് ആയിട്ട് ആ കറക്റ്റ് ആ കാലഘട്ടത്തിലെ ട്രക്ക് തന്നെ തന്നു. ഞാൻ നന്നാക്കിയല്ലോ. ആ ലോറി തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അംബുജം ആണ് ആ ലോറി തന്നെയാണ്. 3 പേരുടെ ജീവൻ എടുക്കേണ്ട ലോറി എൻ്റെ ഇവൻ്റെ. അതായത് ഞങ്ങൾ ട്രക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കും, തിരിഞ്ഞ് വണ്ടി ഓടിക്കും. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രോ ആയിട്ടുള്ളൊരു പയ്യനാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ എൻ്റെ അതിലെ റിയാക്ഷൻ കാണണം, റിയൽ പേടിയാണ്, അത് അഭിനയിച്ചതില്ല. എൻ്റെ കാലിൻ്റെ ഈ അടുത്ത് ഈ സാധനത്തിൻ്റെ തൊട്ടടുത്ത് വന്നേക്കും അതിൻ്റെ ബമ്പർ. കൈനറ്റിക്കാണ് ഓടിക്കുന്നത്. ഇപ്പൊ കൈനറ്റിക്കിന് അത്ര സ്പീഡേ ഉള്ളൂ. എന്നെ കൊണ്ട് ചാടാനേ വഴിയുള്ളൂ, ചാടാനും പറ്റുന്നില്ല. കെട്ടി വെച്ചേക്കും. അപ്പൊ എനിക്കത് അറിയാൻ പറ്റും. ഇപ്പൊ തൊട്ടടുത്തോണ്ട് ഇങ്ങനെ ബ്രേക്ക് ഓടിക്കും, ഞാൻ നിരഞ്ജൻ ഇങ്ങനെ കഴിക്കും. റിയൽ ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ക്യാപ്ചർ ചെയ്തു അല്ല. അതിന് ഫണ്ണി പറ്റി ഇതല്ല, ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഇവൻ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തോന്നു ഇവൻ കാണിക്കുന്നത്, ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ ഇറങ്ങി വന്നിട്ട് കിടില ആക്ടിങ് ബ്രോ. ചമ്പൂരെന്തായിരുന്നു ബ്രീഫ്? എനിക്ക് ബേസിക്കലി വൺ ഓഫ് ദ മെയിൻ ചാലഞ്ചസ് ദാറ്റ് ഐ ഹാഡ് വാസ്, ഇവര് 3 പേരും ട്രിവാൻഡ്രം ആണ്. സഞ്ജു ഇസ് ഓൾസോ പെട്ടെന്ന് പിടിച്ചു. ഐ ഗ്രൂ അപ്പ് ഇൻ ബോംബെ.
അപ്പോൾ ഫോർ മീ ഇതിന് ഈ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് 2 വർഷം മുമ്പാണ് ഞാൻ മലയാളം വരെയൊക്കെ സംസാരിച്ച് തുടങ്ങിയത്. ഫോർ മീ ടു ആക്ച്വലി ഗെറ്റ് ട്രിവാൻഡ്രം ആക്സെന്റ് റൈറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. അതാണ് 6 മാസം അവിടെ പോയി നിന്നു. എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് മുൻകൂട്ടി കണ്ട് എൻ്റെ അടുത്ത് 8 months ബിഫോർ പറഞ്ഞു. അപ്പോൾ തന്നെ വെൻ സ്റ്റേഡ് ദർ. അത് കഴിഞ്ഞിട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് വിത്ത് ദീസ് ടു, അപ്പോൾ എൻ്റെ ആദ്യത്തെ കപ്പിൾ ഓഫ് സീൻസ് വർ വിത്ത് നിരഞ്ജൻ ശ്രീനാഥ്. ഇവർ ദേ ആർ സ്കൂൾ ഫ്രണ്ട്സ്. അപ്പൊ ഇവരുടെ റാപ്പോ ഗോസ് ബാക്ക് ലൈക്ക് ഡെക്കേഡ്സ്. ആൻഡ് ഇവർക്ക് നമുക്ക് അത്ര പ്രായമൊന്നുമില്ല. ഏതാനും വർഷങ്ങൾ, 4 വർഷം മുമ്പ് സ്കൂൾ. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഡയലോഗ് പറയാനുള്ള ഗ്യാപ്പ് അല്ലാണ്ട് ഒരു ഗ്യാപ്പ് അവന്മാർ വിടൂല. എനിക്ക് ഇത് ഈ പരിപാടി നടക്കൂല. ഞാനിപ്പോൾ ഇവരെ സൈഡിൽ വിളിച്ചിട്ട് ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ഇവർ രണ്ടും ഭയങ്കര കമ്പനിയാണ്. ഇവൻ രാത്രി 10:30 പോയി കിടന്നുറങ്ങും. ഇവൻ എല്ലാ ദിവസവും 10:30, 11 o'clock ഉറങ്ങും. ഇവ ഉറങ്ങൂല. അപ്പം ഇവൻ എൻ്റെ റൂമിൽ വന്ന് നമ്മൾ കുറേ നേരം സംസാരിച്ചിരിക്കും. അപ്പം ഞാൻ വെച്ചതിൻ്റെ അടുത്ത് നാളെ ഇത് നടക്കൂല. ലൈക്ക് യു ഹാവ് ടു ഗെറ്റ് മീ. പക്ഷേ ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാനിപ്പോൾ ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഉമ്മാരെ കൂടെ ഇരുന്നിട്ട് ഞാൻ പറയും, നീ ആണെങ്കിൽ ഇത് എങ്ങനെ പറയും. ഇപ്പം ഐ നോ, എനിക്ക് ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ടു സേ ഐ നോ, ബട്ട് ഇതിന് വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ ഫോർ മീ ദിസ് എ ടെർഷറി പ്രോസസ് ഹാപ്പനിങ്. അതായത് കറക്റ്റായിട്ട് പറയണം, ഇതിനിടയിൽ ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ ഇംപ്രവൈസേഷൻ ഐ ഹാവ്, ഇത് കറക്റ്റ് വൊക്കാബുലറി കൺവേർട്ട് ചെയ്യണം ഞാൻ. ഇതെന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഐ ഹാഡ് ടു ലൈക്ക് ഫിഗർ ദിസ് ഔട്ട് ഇതിന് മുമ്പേ. അപ്പോൾ ഇവർ രണ്ടുപേരും ആൻഡ് നിഖിൽ ചീഫ്, ദേ വർ മാസീവ് ഹെൽപ്പ്. ബിക്കോസ് ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഓത്തൻറ്റിസിറ്റി വരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡോക്ടേർഡ് വെൽ. ആൻഡ് അത് ഐ വാസ് റിയലി ലക്കി ടു ഹാവ് ഹാഡ് ദീസ് ബോത്ത് ഓൺ ദ സെറ്റ്. Manian, in my own words, Manian would be the heart of the gang. Manian is the most sensitive person in that. കലാകാരൻ. Manian is the only artist in that. And Manian is the only person, if it weren't for the gang, he would have kind of made it himself also. Okay. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് 2 രീതിയിൽ ഹീസ് ഹോൾഡിംഗ് ബാക്ക്, പക്ഷേ he doesn't want to do it also. And on some level he feels ഇപ്പോൾ ഇവനൊക്കെ ഇച്ചിരി ഓവറാന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട് കഞ്ഞിയൊക്കെ. ഇത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. ആക്ടിങ് അല്ല, ആക്ടിങ് അല്ലല്ല, ആസ് എ ക്യാരക്ടർ ഇപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പൊ കഞ്ഞിയായിട്ട് റെഗുലർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് മണിയൻ ഡസ് നോട്ട് അഗ്രി വിത്ത് വാട്ട് ഹി ഡസ്. അപ്പോൾ മണിയൻ ഇസ് പ്രോബബ്ലി ദ ഓൺലി പേഴ്സൺ ഹു ഫ്രം ദ ഓൺസെറ്റ് ഓഫ് ഇറ്റ്, നമ്മളിത് പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ മണിയനാണ് ആദ്യം കത്തുന്നത്, ദിസ് വോണ്ട് ലീഡ് വെൽ എന്നുള്ളത്. പക്ഷേ അരിക്കുട്ടൻ്റെ ഇതും പഠിച്ച ബേസിക്കലി മണിയൻ ഹാസ് എ സീരിയസ് പ്രോബ്ലം, ഫാദർ ഫിഗർ ഇല്ല. അപ്പോൾ ഇവരൊക്കെ വേണം. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ പിന്നാലെ പോകും എന്തായാലും. അരിക്കുട്ടനാണ് ശരിക്കും ഇതിനെല്ലാം എന്താ പറയാ ഒരു ട്രിഗർ, കാറ്റലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം അരിക്കുട്ടനാണ്. ട്രൂലി ഡീപ്ലി നെഗറ്റീവ് എന്ന് പറയുന്ന കൃഷാന്ത് മനസ്സിൽ അരിക്കുട്ടൻ തന്നെയാണ്. എന്ന് വെച്ചാൽ അരിക്കുട്ടൻ്റെ സഞ്ജുവിൻ്റെ അരിക്കുട്ടൻ നെഗറ്റീവ് എന്നല്ല ഞാൻ പറയുന്നത്. ബൈ ദ 6th episode യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവരും നെഗറ്റീവാണ്, നമ്മൾ നെഗറ്റീവാണ്. എന്നുവെച്ചാൽ നമ്മൾ സൊസൈറ്റിയിൽ വേറൊരു സ്പേസ് ഒക്കെ എടുത്ത് വീടൊക്കെ കെട്ടി ഇതായിട്ട് താമസിക്കുന്നു. വി വോണ്ട് പീപ്പിൾ ടു വർക്ക് ഫോർ us, വി വോണ്ട് ടു സോൾവ് റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലംസ് ത്രൂ പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൗഡിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓൾവേസ് എ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ ഹാസ് ഓൾവേസ് ഹെൽപ്ഡ് ദി അതർ പോപ്പുലേഷൻ ഗ്രോ. പിരമിഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഈ പിരമിഡ്. അതിനുവേണ്ടി കുറേ പേര് ചാട്ടവാറടിച്ച ആൾക്കാരുണ്ട്, കുറേ പേര് ചുമന്ന ആൾക്കാരുണ്ട്. വെൻ യു ടെൽ ഇറ്റ് ഫ്രം ദെയർ പെർസ്പെക്റ്റീവ്, അവർ പൈസ കിട്ടുന്ന, അപ്പോൾ അവർ പതുക്കെ ഈ പൈസയിൽ കൂടെയും ഇതിൽ കൂടെ ക്യാപിറ്റലിസത്തിൽ ഉയർന്ന് വരിക. അപ്പോൾ പക്ഷെ അവർക്ക് ഈ ജോബൊക്കെ ഉള്ളു. ബിക്കോസ് ദേ ഗ്രൂ അപ്പ് ബിറ്റ്വീൻ ഗുണ്ടാസ്. ദ പാരൻറ്റ്ഹുഡ് ഇസ് ദ പ്രോബ്ലം, ദർ സ്കൂളിംഗ് ഇസ് എ പ്രോബ്ലം. അപ്പോൾ യു ആർ വിസിറ്റിംഗ് ഓൾ ദിസ് വിതൗട്ട് ദി ഓഡിയൻസ്. പതുക്കെ ഓഡിയൻസിനെ നമ്മൾ ഇതൊക്കെയാണ് പ്രോബ്ലംസ് എന്നല്ല, ഓൾ ഈ പ്രോബ്ലംസ് ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡിലൊക്കെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പാരൻറ്റ് പ്രോബ്ലം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എപ്പോൾ വേണോ ഹോം എന്ന് പറയുന്ന ഫാക്ടർ പോവാം, അത് പൊളിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം വരാം. അപ്പോൾ അങ്ങനെ ഈ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അരിക്കുട്ടന് വൈറ്റ് ടൈഗർ മോഡാണ്. അരിക്കുട്ടൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സ്റ്റോയിക്കാണ് അരിക്കുട്ടൻ. ക്ലിയർ കട്ട് അയാൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. ബിക്കം വൈറ്റ് അറ്റംപ്റ്റ് ആണ്. പക്ഷേ അതിനുള്ള വഴി കാണുന്നത് ഇവർ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയവരല്ല ഈ ആംഗിളിലെ രക്ഷപ്പെട്ടു. റെസ്പെക്റ്റ് കിട്ടുന്നത് ഒരിക്കലും മറ്റേ നേരായ വഴിക്ക് ഇവിടെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഇവരുടെ ഒരു പ്രദേശത്ത് റെസ്പെക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നേരായ വഴി, അപ്പം ഇവർ അതിലേക്ക് പോയാലേ നമുക്കും രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകും. അത് ചോയ്സ് പോലും അല്ല ഇവരെടുക്കുന്നത്, അത് ഭയങ്കര നോർമലാണ്. അപ്പോൾ നിരഞ്ജനും സച്ചിനും ഇങ്ങനെ എന്തെങ്കിലും ബ്രീഫ് തന്നിരുന്നോ? എനിക്ക് അൽത്താഫാണ് കൂട്ടത്തിൽ. റൈറ്റിങ്ങിൽ കുറച്ച് സീരിയസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷെ ഞാൻ
ചെയ്ത് കുറച്ച് കൗണ്ടറും പരിപാടികളൊക്കെ അടിച്ചപ്പോൾ എന്നാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഐ തിങ്ക് അൽതാഫ് ഇസ് ദ ഗൈ ഹൂസ് ഹാപ്പി ടു ബി ഹിയർ. കാരണം അച്ഛൻ ഗൾഫിലാണ്, വേണമെങ്കിൽ ഈസ് നോട്ട് ഫ്രം അവരുടെ നെയ്ബർ അടുത്തല്ലോ. ഞാൻ തുടക്കത്തിൽ ഞാൻ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നത് സച്ചിനെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഇമ്പാക്ട് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ പിന്നീട് ഞാൻ അത് കാണുന്നില്ല. അതെ അതെ, അത് കുറച്ച് സച്ചിൻ ബാഡ്ലി റിട്ടേണുമാണ്. എന്ന് വെച്ചാൽ സീസൺ 2 ഇയാളുടെ ഒരു ജേർണി ഫുള്ള് വരുന്നത്. ഫസ്റ്റ് പിന്നെ അത് വിളിക്കുമ്പോഴത്തേക്കിങ്ങനെ അതായത് ഫസ്റ്റ് ഭയങ്കര കലിപ്പനായിട്ടാണ് ഞാൻ അല്ല ആദ്യം എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ ഇതിൽ ടൈറ്റിലിൽ നീ കാണും, ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കാണും. പിന്നെ ടൈറ്റിലിട്ട് വേണം 0.5. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് ലാപ്പിൽ ഇങ്ങനെ കൃഷ്ണൻ്റെ സ്കെച്ച് ചെയ്തൊരു സാധനം കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റേ ഞാനിങ്ങനെ ഒരു മൂങ്ങ കൂടി സൈഡ് മൊത്തം അത് കണ്ടപ്പോൾ കാരണം എനിക്കിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്കെച്ചാണ് ഞാൻ ആദ്യം കാണുന്നത്. എന്നിട്ടാണ് എനിക്ക് ക്യാരക്ടറെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്കത് നോക്കുമ്പോൾ എൻ്റെ വെച്ചിട്ട് തന്നെ ഒരു സംഭവം. അപ്പോൾ അത് കണ്ടപ്പോഴേ ഫ്ലാറ്റ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ അപ്പോൾ എനിക്ക് ഓൾറെഡി സീരിയൽ റണ്ണിങ് ആയിരുന്നു. ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഒന്ന് കഴിയാറായി. ഒരു സീരിയലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, വേറൊരു സീരിയൽ വന്നു, ഞാനതെല്ലാം നിർത്തി. നാളെ വേറെ കിട്ടിയാൽ നിങ്ങളും തേച്ചിട്ട് പോകുന്നു. ഇന്നലെ ഒരു ഇന്റർവ്യൂ പറഞ്ഞില്ല, എനിക്ക് വേറെ വർക്കൊക്കെ ഉണ്ട് ഇവന്മാരെ പോലെ നമ്മളെല്ലാം. ഇല്ല അതിന് ഇപ്പം ഞാൻ ഇറങ്ങാൻ ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇറങ്ങാൻ ടൈം ആയപ്പോഴത്തേക്കിന് ഫസ്റ്റ് സീരിയലിലെ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇറങ്ങുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അത് ഫൈസൽ സാർ എന്നാണ് പുള്ളിയാണ് എൻ്റെ ഫസ്റ്റ് എനിക്ക് ആക്ടിങ്ങിലോട്ട്. ഇപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളിയും പറയുന്നത് അങ്ങനെയാണ്, നല്ലൊരു പൊസിഷനിലാണ് എത്തിയ മോനെ, തിരിച്ച് സീരിയലിലോട്ട് വരല്ലേ, അവിടെ നിന്നോ എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. എന്താണ് തോന്നുന്നത് സച്ചിൻ? ഭയങ്കര ഹാപ്പിയാണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ നല്ല കമ്പനിയാണ്, ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നോക്കും, അടിപൊളിയാണ് എല്ലാവരും. പിന്നെ കൃഷ്ണ ചേട്ടനാണെങ്കിലും നൈസാണ്. ഞങ്ങൾ വണ്ടി വരുമ്പോൾ സച്ചിൻ മറ്റേ ഒരു ആരെയോ വിളിക്കുകയാണ്, ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഒളിച്ചെന്ന്. ഞാനിതാ നിരഞ്ജന്റെ ഹൈക്രോസിൽ ധന്യാവർമ്മയുടെ ഇന്റർവ്യൂവിന് പൊക്കോണ്ടിരിക്കുകയാണ്, വൈകിട്ട് സംസാരിക്കാം. പിന്നെ മറ്റേ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് പോവാണ്, നാളെ എന്റെ കാണണേന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇല്ല അത് ചുമ്മാ അത് എക്സ്ട്രാ ആണ്. സീരീസ് ഇറങ്ങാൻ പോവാണ്, വേറെ ഷൂട്ട് നടപ്പുണ്ട്, തിരക്കാണേ. ഇപ്പൊ നമ്മുടെ കാണരുത് സോണി ലെവല്. അത് ഞാൻ എല്ലാവരോടും പറയും. കാരണം സോണി കാരണം എപ്പിസോഡൊക്കെ ഈ ഔട്ടൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ സോണി ലേവി കണ്ട ആ ഒരു ഇമ്പാക്ട് കിട്ടും. കാരണം വേറെ ഈ ഫേക്ക് പ്ലാറ്റ്ഫോംസിൽ കാണരുത്. അല്ല എനിക്ക് മനസ്സിലായി സെറ്റിൽ എന്തായിരിക്കും നടന്നുകൊണ്ടിരുന്നത്. നീ ആ ലിങ്ക് ഒന്ന് അയക്കാൻ. ഞാൻ പറഞ്ഞ ലിങ്കല്ല, അതിന് ലേഡിയാണ്, ലിങ്ക് ഒന്ന് അയക്കണേ മോനെ. ഞാൻ പറഞ്ഞ ലിങ്കല്ല ചേച്ചി, ആപ്പാണ്, സോണി ലേവിയുടെ ഉള്ളൂടി. അപ്പൊ ഈ സീരിയൽ കാണുന്ന ചേച്ചിമാരെയൊക്കെ എങ്ങനെ കൺവിൻസ് ഈ സോണി ആപ്പിൽ ഇത് കാണണം? ഇല്ല അവർക്കൊക്കെ ഞങ്ങളുടെ ഫാമിലിയുള്ള ഒരു പുള്ളിക്കാരത്തിയായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ അവർക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ 2 പാട്ട് കാണുമ്പോഴും കൃഷാന്ത് ഭയങ്കര പേസിയാണ് കേട്ടോ. ആൻഡ് അത് സ്ട്രക്ചറലി നോക്കിക്കഴിഞ്ഞാൽ യു കോൺസ്റ്റന്റ്ലി മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ടൈം. ആൻഡ് അത് കാരണം എനിക്ക് 2 ഇപ്പം കൃഷാന്ത് നേരത്തെ പറഞ്ഞത് 4th 5th ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് പേസ് കൂടുകയാണ്. ഇത് തന്നെ എനിക്ക് വളരെ പേസി ആയിട്ട് തോന്നി. വാട്ട് വാസ് ദ തോട്ട് പ്രോസസ് ബിഹൈൻഡ് ഡൂയിങ് ദിസ്? ഒരു ലീനിയർ ചെയ്യുന്നതിന് പകരം ഇത് ഒറിജിനലി തന്നെ കൺസീവ് ചെയ്തപ്പോഴേ ഇങ്ങനെയാണ്. ഞാൻ ആദ്യം എഴുതിയപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത് ചെറുതായിട്ടുണ്ടായിരുന്നു, ലൈക്ക് ബിഫോർ സോണി. പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഐബോൾ എക്കണോമിയും ഈ അറ്റൻഷൻ മെർച്ചൻഡിങ് എന്ന് വെച്ചാൽ ആൾക്കാരുടെ നമ്മൾ ബ്ലിങ്ക് ചെയ്യാതെ ആൾക്കാരെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് കാണിപ്പിക്കുന്ന ഇൻസ്റ്റഗ്രാം റീൽസ് ആയാലും ടിക്ടോക്ക് ആയിരുന്നെങ്കിലും ഒക്കെ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. എങ്ങനെയെങ്കിലും ഒരു വലിയ ബഹളത്തിൽ നിന്ന് തുടങ്ങി അത് ഒരു ബഹളം കഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഇതൊരു അഡ്വർടൈസിങ്ങിൻ്റെ ഒരു സാധനം സിനിമയിലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും 50 minutes 45 minutes ഒക്കെ ഉണ്ട്. അപ്പോൾ യു കനോട്ട് ജസ്റ്റ് സ്റ്റേ. അപ്പം അതിൻ്റെ ഒരു പൊയറ്റിക് നേച്ചറൊന്നും ഇല്ല, നമുക്ക് ആ ഐബോൾ എപ്പോഴും വേണം. അപ്പോൾ അത് ഡിസൈൻ ചെയ്ത് തന്നെ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡിൽ അത് കുറച്ച് ഇച്ചിരി അരോചകമായിരിക്കും. പക്ഷേ ദെൻ യു ആർ എനിക്ക് അരോചകമായിട്ട് തോന്നിയില്ല. അത് പുള്ളി അങ്ങനെ അടുത്ത ഇക്കോ ചേംബർ. അതെ. അപ്പോൾ തേർഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പഠിച്ച ഈ കണ്ട് ഇത് കണ്ടീഷനിങ് ആയ ആൾക്കാർക്ക് ദേ ആർ ഗോയിങ് ടു ലവ് ഇറ്റ്. കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. എനിക്ക് ആ ലാസ്റ്റ് ഷോട്ടും ഭയങ്കര ഇഷ്ടമാവും, വിഷ്ണു അഗസ്ത്യ മഴ. അതെ. അവിടെയാണ് ശരിക്കും ഇമോഷണലി നമ്മൾ ആദ്യമായിട്ടൊന്ന് എക്സ്പോസ്ഡ് ആവുന്നത്. അവിടെയെന്ന് വെച്ചാൽ ഈ ഇത്രയും ക്രൈംസ് ഒക്കെ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മഴ അങ്ങ് ബോണക്കാട് വരെ എത്തുന്നത്
അപ്പോൾ ആ മഴയിൽ കുറേ ആൾക്കാരുടെ ചേഞ്ചസും ആൻഡ് അവിടെയാണ് ആക്ച്വലി മണി എന്ന് പറയുന്ന ക്യാരക്ടറിന് അവിടെയാണ് ഒരു ഓപ്പണിങ് കിട്ടുന്നത്. ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 1-2 hours ഫോർ മണിയെന്നൊരു ലോകം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ അരിക്കുട്ടൻ പെട്ടുപോയെന്നും കഞ്ഞിക്ക് ഒരു കള്ള് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ലൈക്ക് ഹൗ ദീസ് വയലൻസ് ചേഞ്ച്. അപ്പം വി കുഡ് സ്റ്റോപ്പ് അറ്റ് ദിസ് ഗൈ ഗെറ്റിംഗ് ഹിറ്റ്. പക്ഷേ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് എനിക്ക് ഈ അടിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ അടിക്കൊക്കെ കോൺസിക്വൻസ് ഉണ്ട്. നമ്മളൊരു സൈഡ് കൊണ്ടേ ചവിട്ടി അയാളങ്ങ് തെറിച്ച് വീഴുമ്പോൾ അയാൾക്ക് വീട്ടിൽ പോയിട്ട് തൈലം ഇടേണ്ടി വരും. അയാൾക്ക് കൊച്ചുങ്ങളെ ഹോസ്പിറ്റൽസ് സ്കൂളിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ലൈക്ക് ദേ ഓൾസോ ഹാവ് ലൈഫ് എന്ന്. അപ്പോൾ ഇവർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇവരുടെ ഇനി എന്തൊക്കെ ആവും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ആ ഒരു ഇത്രയും ഫാഷനബിളായിട്ട് ഇവർ ഒരു മാസം, നിങ്ങൾ എത്ര മാസം ട്രെയിൻ ചെയ്തു അങ്ങനെ ഫൈറ്റിനൊക്കെ? we trained for a few weeks. വീക്സ് അപ്പോൾ അത്രയൊക്കെ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റൈലിൽ മാത്രം നിൽക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ കോർ ഇമോഷനിലോട്ട് എത്തുന്നില്ല. എത്താൻ പാടാണ് അവിടെ. അപ്പോൾ അങ്ങനെ അത് കുറേ ആഫ്റ്റർ തോട്ടും ബാക്ക് ആൻഡ് ഫോർത്തും നമുക്ക് കാരണം ഹുക്കിൽ തന്നെ നിർത്തണം. പക്ഷെ ഇതൊരു ഇമോഷണൽ ഹുക്കാണ്. ഇപ്പോൾ എൻ്റെ ഈ സോണിയും ദീപയും അന്നൂക്കായാലും അവരൊക്കെ എന്നെ ആദ്യം നോ പറഞ്ഞിട്ട് പിന്നെ ഇവരെൻ്റെ കൂടെ നിന്ന് എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് കട്ടായി പോയില്ല, ഇത് ഫുള്ളായിട്ട് കിടപ്പുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അലീന ഹാസ് റിട്ടേൺ ദിസ്. ഭയങ്കര നല്ല ലിറിക്സ് എഴുതിയിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ സൂരജസ് ആ മ്യൂസിക്കിനെ എഴുതിയിട്ടുണ്ട്. ഫിലിം മേക്കിംഗ് എല്ലാം കൂടെ ഒത്തു വന്നിട്ട് ഞാനൊന്നും അവിടെ ഇല്ല എന്ന് വെച്ചാൽ എല്ലാവരും വേറെ ഇതായി ഒരു ഇമോഷനാണ്. എനിക്കത് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ലാസ്റ്റ് ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് ഹു ക്യാൻ ഡു ദാറ്റ്. കഴിഞ്ഞ് ഇനി ഈ ഐബോൾ എക്കണോമി അല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോയട്രി പറയാൻ സ്പേസ് ഇല്ല. അത് സ്പേസ് ഉണ്ട്, പക്ഷെ അതിന് പൈസ വരത്തില്ല. അതുപോലെ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ 4.5 സംഘത്തിൽ ഈ ഒരു വ്യക്തിയെ ഒരു അരയായിട്ട് ലിമിറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് ശരിയാണോ? അത് ശരിയല്ല. മനുഷ്യനല്ലേ. അത് പക്ഷേ ഈ നമ്മൾ പല ഗ്യാങ്ങുകളുണ്ട്. 16 സംഘം 12 കമ്പനി എന്നൊക്കെ പറയുന്ന ഗ്യാങ്ങുകളുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു അത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണോ രസം വേണോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ അത് അങ്ങനെ രസവും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അറ്റ് ദ സെയിം ടൈം ഈ ക്യാരക്ടറിനെ നമ്മൾ കാണിച്ചേക്കുന്നതിൽ ഈ ക്യാരക്ടറിൻ്റെ ഹൈറ്റോ അങ്ങനെയുള്ള സാധനങ്ങളോ വെച്ചിട്ടൊന്നും ഒരു സംഭവമില്ല. ഈ ഡെഡ്ലി ഒരു തരത്തിലും അതായത് കുറവാവുന്നില്ല. പിന്നെ 1.5 ശരിക്കും സ്വഭാവം 1.5. അപ്പോൾ ഞങ്ങളെക്കാട്ടിലും എല്ലാത്തിലും നമ്മൾക്ക് പൈസക്കായാലും നമ്മൾ അവസരം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ചിലപ്പോൾ സമയത്ത് സഹായിക്കുന്നതൊക്കെ എല്ലാ രീതിയിലും ഓണ്ടർപ്രീനറാണ്, ബിസിനസ്മാനാണ്. ലാസ്റ്റ് ഷോട്ടിലൊക്കെ കോട്ടൊക്കെ ഇട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനും എൻ്റെ സിസ്റ്ററായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ഞാൻ ഇങ്ങനെ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കൊണ്ടൊന്ന് പൈസ തരുന്നുണ്ട്. അപ്പം എൻ്റെ സിസ്റ്ററൊക്കെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് ഭയങ്കര അടിപൊളിയാണല്ലോ പുള്ളി സ്വന്തം വണ്ടിയിലും ആദ്യമായിട്ട് സ്വന്തം വണ്ടി വാങ്ങിച്ച അയാളാണ്. അപ്പോൾ ഇങ്ങനെ അയാളെ വളരെ രസകരമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സച്ചിൻ ചോദിച്ചില്ലേ എന്തിനാ ഈ അരയാക്കിയത്? അങ്ങനെയൊന്നും ചോദിച്ചില്ല. ഒരു 5 അംഗ സംഘം തൊട്ട് ഞാൻ എന്ത് ചെയ്യും? അല്ല, ഇത് അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് പറയുന്ന സമയത്തും ആക്ച്വലി ഇൻക്ലൂസീവ് ആവുന്നതും ഒരാളിനെ ഒരു മെയിൻ ലീഡ്സിൽ കൊണ്ടുവരുന്നതും ഇതല്ലേ, പറയച്ചില്ലല്ലോ കാര്യത്തിൽ, പ്രവൃത്തിയിലാണ്. ആക്ച്വലി നല്ല ടു ഗുഡ് അല്ലേ. കാരണം ഇവരിപ്പോൾ 4, പക്ഷെ 0.5 ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അഡ്വാൻറ്റേജ് അല്ലേ, നല്ലതല്ലേ. നിങ്ങളെയൊക്കെ എളുപ്പം മാറ്റാൻ ഫിലിം മേക്കേഴ്സ് അത്തരം കാസ്റ്റുകൾ കൊണ്ടുവരും, അങ്ങനെ കൊണ്ടുവരും. ഇത് നമ്മുടെ 4 ചെയ്തോണ്ടിരുന്നത് അന്വേഷിച്ചവന് പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു പടം ഇപ്പൊ വന്നു. പ്ലൂട്ടോ എന്ന് പറഞ്ഞ വേറൊരു മൂവി ചെയ്യുന്നു. മസ്തിഷ്കം വന്നതിലുണ്ട്. അതിലും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ കുറെ സോങ്സ് വന്നു പോകുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി ബാക്ക്ഗ്രൗണ്ടിൽ ഇന്റർസ്പേഴ്സ്ഡ് ആയിരുന്നു. സോ മ്യൂസിക് ഇതിന്റെ വലിയൊരു എലമെന്റ് ആണോ? അതെ, മ്യൂസിക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. There is a particular song, ആച്ചി എന്ന് പറഞ്ഞിട്ട്. There was a process how it came about. ഇപ്പോൾ വത്സൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. വത്സൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, പക്ഷേ ഫുട്ടേജ് കുറവില്ല, പക്ഷേ ഭയങ്കര ഹെവിയാണ് ആ ക്യാരക്ടർ. സോ ഈ ഹക്കീം ഷാജഹാനാണ് ചെയ്തത്. അപ്പോൾ ദിസ് ക്യാരക്ടർ ഹാസ് ടു ബി രജിസ്റ്റർഡ്, ഇതിങ്ങനെ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണാന്ത് വാണ്ടഡ് എ ജെസ്റ്റർ ഫോർ ദിസ് പേഴ്സൺ, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ആദ്യം ഇങ്ങനെ പഴംപൊരി കഴിക്കാം, ഏതെങ്കിലും ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ നമ്മുടെ ജനറിക് സാധനങ്ങളാണ് മനസ്സിൽ വന്നത്. അപ്പോൾ ആർക്കും ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൂരജും വർക്കിയും കമ്പോസ് ചെയ്യുന്നിടത്ത് കൃഷ്ണാന്ത് ഒരിക്കൽ പോയപ്പോൾ അവിടെ സൂരജ് വാസ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് എ സോങ്, റാൻഡം സോങ്, സ്നീസ് സോങ്, ആച്ചി എന്ന് പറഞ്ഞിട്ട്.
And അവിടുന്ന് ആ ഐഡിയ took root there, and it was made into an entire song which came to Krishant, which came to Hakeem, which came to all the actors in that scene, and you could see an idea manifesting into an entire scene. ഇത് സിനിമ ആസ് എ കൊളാബറേറ്റീവ് ആർട്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആണത്. കൃഷാന്തിലെ സ്കൂൾ കിഡ് എല്ലാ സിനിമയിലും വരും, സെറ്റിലും ഇടയ്ക്ക് വരും. അപ്പം നമുക്ക് കൃഷാന്തിൻ്റെ ഇത് വർക്കായെന്ന് കൃഷാന്ത് അതാ ഇത് കണ്ട ഈ അപ്പം അത് വർക്കായി. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞിനെ പോലെ കൃഷാന്ത്. അപ്പോൾ ഈ എല്ലാവരും ഈ തുമ്മുന്ന സംഭവം, അതേപോലെ പുരുഷപ്രയത്തിലാണെങ്കിൽ ഗ്ലാസ് വെള്ളം എല്ലാവരും, അപ്പോൾ ഇങ്ങനത്തെ കുറേ സിങ്ക്രണൈസ്ഡ് പരിപാടികളൊക്കെ, അങ്ങനെ ഒരു നെറേറ്റീവിന് വേറൊരു ഫോർമാറ്റ്. വത്സൻ ഓവർ ദ ടോപ്പ് ക്യാരക്ടർ ആയതുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഫുൾ മാസ് മാത്രമായി പോകും. അപ്പം ഈ മാസിനെ ഹ്യൂമനൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫാക്ടർ കൊടുത്താൽ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ലാർജർ ലൈഫാണ്, പക്ഷെ നമ്മുടെ ഇടയിൽ ഉള്ള ലാർജർ ലൈഫ് ചേട്ടൻ തുമ്മലൊക്കെ ഭയങ്കര നോർമലാണ്. അപ്പം തുമ്മി തുടങ്ങിയപ്പോഴത്തേക്കും അയാൾ മാസമായിട്ട് നടന്നത്. അപ്പം and then this is synchronized with everyone. ഇയാൾ തുമ്മുമ്പോൾ ഇയാളുടെ ചുറ്റുമുള്ളവരൊക്കെ എല്ലാവരും തുമ്മും. അങ്ങനെ തുമ്മൽ വെച്ചിട്ട് സോങ് സീരീസിലെ ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പം ഇങ്ങനെ എപ്പിസോഡ് വൈസ് സ്കെയിൽ അപ്പ് ചെയ്ത് പോകുന്ന ഒരു സംഭവം ഇതിനകത്ത് കാണുന്നത്. ഇതൊരു റിയാലിറ്റി ഒന്നല്ലല്ലേ തുമ്മലിന്റെ പരിപാടി. ലൈക്ക് അത് പക്ഷെ എന്നാലും ഫിലിം മേക്കിംഗ് അതൊരു രസമാണ്. അതിൻ്റെ ആ ഫിലിം അതിൻ്റെ ഒരു ഗ്രാമറിൽ ഭയങ്കര രസകരമായിട്ട് അത് പോകുന്നതാണ്. നമുക്ക് ആ ഫൺ റൈഡിൽ ഇപ്പം നമ്മൾ പറയുന്ന വയലൻസ്, ഇപ്പം ആക്ഷനാണ്, ക്രൈമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഹ്യൂമറുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു മേജർ ഒരു ക്രൈം നടക്കുന്നത് ഭയങ്കര ഫണ്ണിയാണത്, ആ ഫുൾ സീൻ. പക്ഷെ ഇമ്പാക്റ്റ് വേറെ ആണെങ്കിലും നമ്മൾക്ക് കാണുമ്പോൾ വേറൊരു. ഇവര് തുമ്മലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നേരം കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു, ഹാൻഡ് കർച്ചീഫും തുമ്മലും ഒക്കെ കൊണ്ടിരിക്കുന്നത്. ബട്ട് ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് ദിസ് ഇസ് എ സീരീസ് ദാറ്റ് ഇസ് ടു വാച്ച് ഔട്ട് ഫോർ. 2 പാർട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ്. ഇതിനകത്ത് കുറേ എലിമെൻറ്റ്സ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ആബ്സല്യൂട്ട് ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് എൻഗേജസ് യു thoroughly, ആൻഡ് ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് വറി, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, നല്ലോണം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസാണ്. സോ പ്ലീസ് വാച്ച്, ആൻഡ് താങ്ക്സ് എ ലോട്ട് ടീം നാലര സംഘം. ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാൻ അവസാനമായിട്ട്, ഞാൻ ഒരുപാട് പേരെടുത്ത് അങ്ങോട്ട് ചോദിച്ച ചോദ്യം ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് ചോദിക്കാം. വേണ്ട, എനിക്കറിയാൻ ചോദ്യം എന്താണ്. വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? പറയൂ. വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? ഇത് തന്നെ മിണ്ടായിരിക്കുന്നല്ലേ നല്ലത്. നല്ലത്.